അങ്ങനെ അവസാനം നമ്മൾ തേടി നടന്ന സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അക്കുറത്തേക്ക് വാട്ടർഫാൾ ഉണ്ടാക്കാനുള്ള മോട്ടറാണ്. നമ്മളെ കയ്യിൽ ഇന്നലെ സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. എന്തായാലും ഇത് സെറ്റ് ചെയ്യണ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സെറ്റ് ചെയ്യണ വീഡിയോ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചു. ഫസ്റ്റ് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുമാരത്തെ 2 കണക്ടറും പിന്നെ അതിൻ്റെ വശത്ത് അത് സ്റ്റാൻഡിങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ്സിമ ഒട്ടിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് കണ്ടത്. അതൊരു പാക്കിങ്ങിലായിട്ടാണ് വന്നത്. ഇതൊരു കണക്ടർ 2 കണക്ടറുണ്ട്. ഇത് രണ്ടിലും ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ പൈപ്പിൻ്റെ വണ്ണനുസരിച്ചുള്ള കണക്ടർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ കണക്ടർമയ്ക്ക് പാകാവണ ഓസൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ചെടി നനയ്ക്കുന്ന ഓസിൽ നിന്ന് ഒരു 2 മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണക്ടർമയ്ക്ക് നേരിട്ട് സൂട്ടാവാത്തതുകൊണ്ട് നമ്മൾ ഉരുക്കി നോക്കി, എന്നാലും അത് ഫ്ലോപ്പായി പോയി. സാധാ വെള്ളം എടുക്കുന്ന പൈപ്പുമ്മൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതപ്പോൾ ഇതിമ്മക്ക് കറക്റ്റ് സൂട്ടാണ്. കറക്റ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഉരുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഉരുക്കിയതിന് ശേഷമാണെങ്കിൽ ഇത് ഇത്ര പെർഫെക്റ്റായി കിട്ടില്ല. ഇപ്പോൾ ഈ കണക്ടർ വെച്ചപ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നേരിട്ട് ഇതുമ്മക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് നമ്മളെ ഹോസ് കുടുക്കി നേരിട്ടാണ്ട് തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന മാതിരി സെറ്റ് ചെയ്യാം. ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇല്ലാത്ത മോട്ടറായതുകൊണ്ട് തന്നെ നമുക്ക് അധികം പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം യൂസ് ചെയ്യാൻ പറ്റുക അതന്നെ വലിയ ഭാഗ്യമൊന്നും പ്രതീക്ഷിക്കാം. സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ അടിവശത്ത് ഇതേമാതിരിയാണ് ആ വാഷർ വെച്ച് കൊടുക്കുന്നത്. അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അക്വേറിയത്തിലൊക്കെ സാധാരണ അക്വേറിയത്തിൽ ഗ്ലാസ് ടൈപ്പ് അക്വേറിയത്തിലൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാറ്. നമ്മളിത് നേരെ നമ്മളെ സിമെൻറ്റ് ടാങ്കിലാണ് യൂസ് ചെയ്യണത്. എന്നാലത് നിലത്ത് വെച്ച് ഡാമേജ് ആവുന്നതിന് പകരം വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഈ മോട്ടറിനുണ്ട്. ഇതുമാതിരി ഒരു വാട്ടർഫാൾ നമ്മൾ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് നമ്മളുള്ളത്. ഇതിൻ്റെ വയർ കണക്ട് ചെയ്തത് ഞാൻ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ആകെപ്പാടെ ഒരു പേടി എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുന്ന മോട്ടറാണ്. അപ്പോൾ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻസുലേഷൻ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഡയറക്റ്റ് കൊടുത്തിട്ട് പ്ലഗ് കൊടുത്താൽ സംഭവം സെറ്റാണ്. നമുക്ക് നോക്കാം. നിലവിൽ നമ്മളെ വാട്ടർഫാൾ ഇങ്ങനെയാണ്. ഫുള്ള് കാടും സെറ്റായി ഒരു നല്ലൊരു ആംബിയൻസ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലാന്റുകളെല്ലാം ഫിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മുകൾ വശത്തേക്ക് വയർ നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഈ വാട്ടർഫാൾ കാണാൻ വരുന്ന ഒരാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാറ അവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ മോട്ടർ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ തന്നെ ഒരു കുഴി കുറച്ചും കൂടി ആഴത്തിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പൈപ്പ് കൊള്ളാൻ പാകത്തിനൊരു ഹോളും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സൈഡ് വശത്തുള്ള നമ്മളെ പ്ലാന്റും പിന്നെ ടെറേറിയത്തിൽ വയ്ക്കുന്ന പ്ലാന്റും അതിൻ്റെ അടിയിലൂടെ ആയിരുന്നു ഈ പൈപ്പ് പോവേണ്ട സ്ഥലം. നമുക്ക് ഈ മോട്ടർ വാങ്ങാനുള്ളൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് അന്നത് വാങ്ങിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് അതിൻ്റെ മുകളിലൂടെയാണ് പോവുക. ഈ ഹോസിൻ്റെ നിറം പച്ചയായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റിൽ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ശ്രദ്ധയോടെ ഇറക്കി കൊടുക്കണം. മുറുക്കുന്നതിനിടയിലാണ് ഇതിൻ്റെ ഒരു അടപ്പ് ഊരി പോകുന്നത്. അത് ഫുള്ള് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഒരു മിനി മോട്ടർ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ ഫിൽട്ടർ ബോഡി മാതിരി വെറുതെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല കനമുണ്ട് സാധനം. ഇതുപോലെ പൈപ്പ് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഉരുക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ഈ കണക്ടർ ഉള്ളതുകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. ഇനി മെല്ലെ നമുക്കിത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വളരെ ശ്രദ്ധാപൂർവം ഇറക്കി വെച്ച് കൊടുക്കണം. അവിടുത്തെ ചളിയെല്ലാം നീക്കം ചെയ്തിരുന്നു വെള്ളത്തിലുള്ള. നന്നായി ആ സൈഡിലേക്ക് കാണാത്ത രീതിയിൽ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഈ 11 മിനിറ്റിലൊതുക്കിയ വീഡിയോ മാത്രം കണ്ടിട്ട് ഇതിനെ വിലയിരുത്തരുത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യണം,
ഇതെങ്ങനെ സെറ്റ് ചെയ്താൽ വർക്കാവും എന്നിങ്ങനെ പല പല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു കാര്യം മാത്രം ഞങ്ങൾക്കൊരു ഉറപ്പ് തരാം, നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനെ മുറുകെ പിടിച്ചോളി. കളിയാക്കാനും കുറ്റപ്പെടുത്താനും കുറേ ആളുകളുണ്ടാവും. അതുപോലെ നിനക്കിപ്പോൾ ഇത് ചെയ്താൽ എന്ത് കിട്ടും, സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിയുന്നൊരു മനസ്സുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങിക്കോളി. സക്സസ് പിറകെ വരും. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഏതൊക്കെയോ മഹാന്മാർ പറഞ്ഞതാണ്. പക്ഷെ അവർ പറഞ്ഞത് കാര്യമാണ്. അപ്പോൾ നമ്മളെ മോട്ടർ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ പൈപ്പ് നമുക്ക് മുകളിൽ എത്തിക്കണം. അത് ഈ ചെടികളുടെ ഇടയിലൂടെ വേണം പോവാനായിട്ട്. ആദ്യം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ഇത് എത്ര നീളമുണ്ടെന്ന്. കണ്ടിട്ട് പൈപ്പ് കുറച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ആ പൈപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെറിയൊരു ആണി തറയ്ക്കേണ്ടതായിട്ടുണ്ട്. സൈഡിലായിട്ട് ചെറിയ ഒരു മുള്ളാണി, അതായത് ആ പൈപ്പ് അവിടെ നിൽക്കുന്നില്ല. കനമുള്ള പൈപ്പായതുകൊണ്ട് അതവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അത് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ട് അമർത്താതെ ചെറിയ രീതിയിലൊരു ആണി തറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആണി വല്ലാതെ കാണാനും പാടില്ല, അത് കണ്ടു കഴിഞ്ഞാലും ബോറാണ്. നമ്മളെ ചുമരിൻ്റെ നിറം ഏകദേശം ഒരു പച്ചയോട് സാമ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പൈപ്പ് അതിലൂടെ ഇടുമ്പോൾ വലിയ ബോറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചു ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല. സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ ഡബിൾ കോട്ടുള്ള പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവണില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര സെറ്റായി വരുന്നില്ല. നമ്മുടെ പൈപ്പ് നമ്മളെ ചുമരുമേക്ക് അടിഞ്ഞ് നിൽക്കണില്ല. അപ്പോൾ ആണി ഒന്നും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് ചെറിയ ആണി മാറ്റി വലിയ ആണിയൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. വളരെ ശ്രദ്ധാപൂർവം വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. നമ്മളെ പ്ലാന്റിനൊന്നും ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പുഴയിൽ നിന്ന് കളക്ട് ചെയ്ത കല്ലുകളെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അടിയിലൂടെ അത് കൊണ്ടുപോകണം. പിന്നെ വാട്ടർഫാളിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഈ പൈപ്പ് അതിൻ്റെ അടിയിലൂടെ വരണം. ഒരു കുറച്ച് നീളം എന്തായാലും മുറിച്ച് കളയേണ്ടി വരും. ഇത്ര ഒരു നീളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കി നോക്കാം എത്ര മുറിഞ്ഞ് പോകണമെന്ന്. നമ്മളെ പ്ലാന്റിനോ മീനുകൾക്കോ ഒരു പോറൽ പോലും ഏൽക്കാതെ വേണം ഈ ചെയ്യുന്ന കാര്യം ചെയ്ത് തീർക്കാനായിട്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ ആ കാര്യം പിന്മാറുന്നൊരു പ്രശ്നമേ ഇല്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ട് ചെയ്യുന്നവോ അത്രത്തോളം സക്സസ് നമ്മുടെ അടുത്തെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകദേശം നമ്മുടെ ദൗത്യം വിജയകരമാവാൻ പോകുന്ന ഒരു നിമിഷം കൂടിയാണിത്. പൈപ്പ് കുറച്ച് ഭാഗം മുറിച്ച് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുറിച്ച് കളയാം. നമുക്ക് ഈ കുറ്റിക്കലായിട്ട് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. അത് അവിടെ വെച്ച് തന്നെ മുറിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നോക്കട്ടെ, ചെറിയ കത്തി വെച്ചിട്ട് അവിടെ തന്നെ മുറിച്ച് കളയുകയാണെങ്കിൽ അതാവും ഉപകാരം. ഇനി ആരെങ്കിലും വാട്ടർഫാൾ ഇതുവരെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വന്തം റിസ്കിൽ, ഇതെൻ്റെ സ്വന്തം വീടായതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ പാറയും ഈ ചെറിയ ചെറിയ വാട്ടർഫാളിൻ്റെ രൂപത്തിലാക്കിയെടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഈ പമ്പും മോട്ടറുമെല്ലാം കിട്ടുകയാണെങ്കിൽ അതിലേറെ സുഖമാവും. അപ്പോൾ നമുക്ക് ഈ വയറ് കാര്യങ്ങളൊക്കെ കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഉള്ളിലൂടെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അത് മാത്രമല്ല, കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ പൈപ്പും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമ്മളെത്ര ബുദ്ധിമുട്ടിയാണ് ഈ വർക്കൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. പല ആളുകളും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ടാവുക. അത് കുറ്റപ്പെടുത്തി പറയുകയല്ല, ഞാനെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഈസി ആയിട്ട് റിസ്ക് ഒഴിവാക്കി ചെയ്യുകയാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. പിന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടി ടെൻഷനും
നമ്മളെ കുറച്ച് ഓവർ തിങ്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞ് കിട്ടും. നമ്മളെ പലരും പല പല കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനത്തെ പ്രവൃത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത കുറച്ച് നേരമെങ്കിലും കുറച്ച് നേരം നമുക്കത് ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. നമ്മൾ ടെൻഷൻ ഫ്രീ ആവുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. കുറേ ആളുകൾ ഇപ്പോൾ എന്നോട് പറയും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്താ കിട്ടുക, എന്താ ലാഭം. എൻ്റെ മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ പല പല ഇൻസിഡൻറ്റ് വന്നു. ഇപ്പോൾ ആക്സിഡൻ്റായിട്ടും പല പല കാര്യങ്ങൾ. ഒരു പക്ഷേ ഇതുമാതിരത്തെ ഒരു ഹോബി ഉള്ളതുകൊണ്ടാവും നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കുന്നത്. വർക്കിന് പോകാത്ത സാഹചര്യം അടക്കം വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കടന്നു വരിക. ഇതുവരെ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്താഗതിയും എല്ലാം മാറി കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടഗ്ഗൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റാക്കി ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം, ഇതൊന്ന് ഓണാക്കിയിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥ, കാര്യങ്ങൾ സക്സസ് ആയോ എന്നൊന്നും അറിയില്ല, ഒന്ന് നോക്കി നോക്കാം. സംഭവം നമ്മൾ പ്രതീക്ഷയിലേറെ സെറ്റ് ആയിട്ടുണ്ട്. കളറായി, വെള്ളമൊക്കെ സെറ്റപ്പായി ചാടുന്നുണ്ട്. പിന്നെ ആകെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് കുറച്ച് കലങ്ങിയ വെള്ളമായിരുന്നു, മുകളിൽ കുറച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഈ കലങ്ങിയ വെള്ളം മുകളിലൂടെ ചാടി മുകളിലത്തെ പോണ്ടിലെത്തുമ്പോൾ ആ മുകളിലത്തെ പോണ്ടും കുറച്ച് കലങ്ങി നിൽക്കുന്നുണ്ട്. അതെന്തായാലും ശരിയായി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.